ഹലോ എവരി വൺ, സബ്മിറ്റഡ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ജനുവരി നെറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇനി ജൂണിലേക്കുള്ള 2026 ജൂണിലേക്കുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരും പോകുകയാണ്. അപ്പം നല്ല രീതിയിൽ അല്ലെ, നമുക്കിത് വർഷത്തിൽ 2 തവണ ഈ പരീക്ഷ വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഇത് എപ്പോഴും എഴുതി ഇങ്ങനെ എന്താ പറയുക രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുക, എക്സാം എഴുതുക, അങ്ങനെയുള്ള ഒരു രീതിയല്ല. നമ്മൾ നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള ഒരു 3-4 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നെറ്റ് പരീക്ഷ വരാൻ പോകുന്ന ജൂൺ 2026 നടക്കുന്ന പരീക്ഷ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു മത്സര പരീക്ഷയാണ് അല്ലെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഈ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണ് വരുന്നത്. നമുക്കത് എല്ലാവർക്കും അറിയാം അല്ലെ. പേപ്പർ 1ഉം പേപ്പർ 2 ആണ് നമുക്ക് വരുന്നത്. പേപ്പർ 1ന് നമുക്ക് എത്ര മാർക്കാണ്? 100 മാർക്കാണ് നമുക്ക് പേപ്പർ 1ന് വരുന്നത്. പേപ്പർ 1ന് എത്രയാണ്? 100 മാർക്കാണ് നമുക്ക് പേപ്പർ 1ന് വരുന്നത്. പേപ്പർ 2ന് നമുക്ക് എത്രയാണ്? 200 മാർക്കാണ് നമുക്ക് പേപ്പർ 2ന് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 300 മാർക്കിലാണ് നമുക്ക് പരീക്ഷ വരുന്നത്. അപ്പം എന്താണ് ഞാൻ ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ജനറൽ പേപ്പർ പൊതുവേ സ്റ്റുഡൻസ് പഠിക്കാറില്ല. എന്ന് വെച്ചാൽ അത് ജനറൽ അല്ലേ, അത് പോയിട്ട് എഴുതി നോക്കാം, നെഗറ്റീവ് മാർക്കിംഗ് നിലവിലില്ലാത്തതുകൊണ്ട് കറക്കി കുത്തി നോക്കാം എന്നൊക്കെയുള്ള ഒരു മെന്റാലിറ്റിയിൽ പോകും. പക്ഷെ വാസ്തവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെറുതെ കറക്കി കുത്താനായിട്ടല്ല അവർ കൃത്യമായിട്ട് 10 യൂണിറ്റ് സിലബസ് ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, 10 യൂണിറ്റുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT, എൻവയോൺമെന്റ്, ഇങ്ങനെ 10 യൂണിറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ വെറുതെ പോയി കറക്കി കുത്തി എഴുതാനാണെങ്കിൽ അവർക്ക് സിലബസ് തരേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് സിലബസ് പേപ്പർ 1നുണ്ട്. ആ സിലബസ് കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ 100-ൽ 90-ന് മുകളിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 100-ൽ 90-ന് മുകളിൽ നമുക്ക് മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം പേപ്പർ 2ലോട്ട് വരുമ്പോഴത്തേനും നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് അല്ലെ, നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റ് ആണ് പേപ്പർ 2-ൽ. അപ്പം അതും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്നിരുന്നാലും പേപ്പർ 2-ൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് മേ ബി പലർക്കും സ്കോർ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ പേപ്പർ 2-ൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏരിയാസ് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട്, പല വർഷങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസും ജനറൽ പേപ്പറും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജനറൽ പേപ്പർ പഠിക്കാതെ ഇരിക്കരുത്. ജനറൽ പേപ്പർ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നെറ്റിന്റെ പ്രിപ്പറേഷൻ എന്താവില്ല, പൂർത്തിയാവില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജനറൽ പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റ്. ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇവാലുവേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവാലുവേഷന്റെ ടൈപ്സ് എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് വളരെ രസകരമായിട്ട് ഇവാലുവേഷൻ എന്താണ്, ഇവാലുവേഷന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾ എല്ലാവരും ഒരു ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഒരു ബുക്കും പേപ്പറും പേനയൊക്കെ ആയിട്ട് എഴുതി, അതായത് തയ്യാറായിട്ടിരിക്കുക. പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ എഴുതിയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ടോപ്പിക്ക് പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഏത് പാതിരാത്രി ചോദിച്ചാലും ഇവാലുവേഷൻ എന്താണ്, ഇവാലുവേഷൻ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മൾ ഗൂഗിൾ മീറ്റ് ഒക്കെ നമ്മൾ ഇപ്പൊ ബോറടിച്ച് തുടങ്ങിയല്ലേ, ഇപ്പൊ ഗൂഗിൾ മീറ്റ് ഒന്നും ആർക്കും പിടിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകളിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ കഴക്കൂട്ടം ട്രിവാൻഡ്രത്താണ് നമ്മൾ ഓഫീസ് വരുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ് അടുത്തായതുകൊണ്ട് ഇങ്ങനെ ആംബുലൻസ് പോകുന്ന സൗണ്ട് ഭയങ്കര, ഞാനിപ്പോൾ 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര ആംബുലൻസിന്റെ സൗണ്ടാണ്. അപ്പൊ നിങ്ങൾക്കത് ഇതാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് ഇവാലുവേഷൻ? അപ്പൊ നമ്മൾ ഈ വാക്ക് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണല്ലേ, പുതിയ വാക്കൊന്നും അല്ല ഇവാലുവേഷൻ എന്നുള്ളത്. നോക്കാം,
ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് തോന്നുന്ന രീതിയിലല്ല നമ്മൾ ഒരു വസ്തുവിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ. എങ്ങനെയാണ് അതിൻ്റെതായിട്ടുള്ള രീതി എന്ന് പറയുന്നത്? നമുക്കിവിടെ ഒരുപാട് ഇൻഫർമേഷൻസ്, ഇപ്പം ഒരു സംഭവത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, അതിൻ്റെ എന്താണ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. അത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനാവശ്യമുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യണം അല്ലെ, ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം, അതിനെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം അല്ലെ, സൂക്ഷ്മമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ ആ ഡേറ്റയെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും അല്ലെ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ വസ്തുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ, അതായത് ഇപ്പം ഒരു പെർട്ടിക്കുലർ ലേണിംഗ് ഒബ്ജക്റ്റീവ് നമ്മൾ അത് മെറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് ഇപ്പം ഒരു വസ്തു പഠിക്കുന്നതിലൂടെ ഒരു ക്രൈറ്റീരിയ കാണും, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റീവ് കാണും. ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പം അത് ലാസ്റ്റത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്. ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് മെറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേക ക്രമത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? കളക്ട് ചെയ്യും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത്, അതുപോലെ തന്നെ എന്താണോ അത് ഉദ്ദേശിച്ചത് അതിലൂടെ, അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം പഠിക്കുന്നതിലൂടെ എന്താണോ അത് ഉദ്ദേശിച്ചത്, അവസാനം ആ ഔട്ട്കം അത് നേടിയെടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാലുവേഷന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ടൈപ്സ് നമുക്ക് പല ടൈപ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇപ്പോൾ ഇവാലുവേഷൻ എന്താണെന്നൊന്നും ചോദ്യങ്ങൾ ചോദിച്ചത് കണ്ടിട്ടില്ല, വളരെ റെയർ ആണ്. പക്ഷേ ഇവാലുവേഷൻ്റെ ടൈപ്സ് ഉണ്ട്, ആ ടൈപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം മനസ്സിലെല്ലാവരും ഒന്ന് പറഞ്ഞ് ഇവാലുവേഷൻ എന്താണ്? ഇവാലുവേഷൻ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? അനലൈസ് ചെയ്യും, കളക്ട് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, എന്നിട്ട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അത് മെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവാലുവേഷന്റെ 2 മേജർ ടൈപ്സ്. ഇപ്പം പല ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ നമുക്കുണ്ട്, എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സ് ആണ്, ശ്രദ്ധിക്കുക. ക്വാളിറ്റേറ്റീവ്, എന്താണ്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, 2 എണ്ണമാണ് നമുക്കുള്ളത്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ഓക്കെ, ഇത് ഏറ്റവും, അതായത് അപ്രോച്ചസിനെ ബേസ് ചെയ്തിട്ട് തിരിച്ചിരിക്കുകയാണ് ഇവാലുവേഷനെ 2ആയിട്ട്, ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടും. എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് എണ്ണാൻ സാധിക്കുന്നത് അല്ലെ, നമുക്ക് മെഷർ ചെയ്യാൻ, നമുക്ക് എണ്ണാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ന്യൂമറിക്കൽ ഡേറ്റാസ് ഉപയോഗിച്ച്, ഇപ്പം ഡേറ്റ അളക്കുകയാണ്, ഓക്കെ, ഒരു 100 ഡേറ്റ എടുക്കുന്നു, അതിനകത്തുള്ള സ്കോറുകൾ കൂട്ടുന്നു. അപ്പൊ അത്തരത്തിൽ ന്യൂമറിക്കൽ ഡേറ്റ വെച്ചുള്ള കളികളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷനിൽ നമ്മൾ എങ്ങനത്തെ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്? ന്യൂമറിക്കൽ ഡേറ്റാസ് ആണ്. അതായത് നമുക്ക് കൂട്ടാൻ പറ്റുന്ന, കുറയ്ക്കാൻ പറ്റുന്ന, പെർസെൻറ്റേജ് കാണാൻ പറ്റുന്ന, നമുക്ക് അല്ലെ സ്കോറുകൾ വെച്ചുള്ള കളികളാണ്, അല്ലെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളികളാണ് അല്ലെ. നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഇവാലുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ മാർക്കുകൾ വെച്ച്, നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ. അവരുടെ സ്കോർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവിലെ ക്വാണ്ടി കേൾക്കുമ്പോഴേ ഓർത്തോണം നമ്പേഴ്സ്, ക്വാണ്ടിറ്റി അല്ലെ, നമ്പേഴ്സിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി ആണ്. അവിടെ ക്വാണ്ടിറ്റിയെ പറ്റി പറയുന്നില്ല, അവിടെ ക്വാളിറ്റി മാത്രമേ പറയുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വേർഡ്സ്, ഒബ്സർവേഷൻസ് അല്ലെ, നിരീക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ എഴുതുകയാണ്. ഒരു ആളെ അല്ലെങ്കിൽ ഒരാളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത്, എന്തെങ്കിലും സ്റ്റഡീസ് നടത്തി, ഓക്കെ, എന്തെങ്കിലും കേസ് സ്റ്റഡീസ് നടത്തി അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി നമ്മൾ അവരെ വിശദമായിട്ട് നിരീക്ഷിച്ച് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരു സംഭവം എഴുതുകയാണ്, ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഔട്ട്കം നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ
ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് വെച്ചുള്ള കളിയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇന്റർവ്യൂസും അതുപോലെ തന്നെ ഒബ്സർവേഷനും ഒക്കെ നടത്തി നമ്മൾ ഡേറ്റ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെ, അതിന്റെ എന്താ പറയാ എന്താണോ നമ്മളത് നിരീക്ഷിച്ച് നമുക്ക് എന്താണോ കിട്ടിയ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്താണോ അതിനെ വാക്കുകളിലൂടെ, നമ്പേഴ്സിലൂടെ അല്ല, എങ്ങനെയാണ് വാക്കുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഫോമുകളിലൂടെയും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എല്ലാ ഇവാലുവേഷനും, ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മളെ നിരീക്ഷണം വഴിയും നമ്മൾ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫോട്ടോസ് ആകാം, വേർഡ്സ് ആകാം, അതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഇവിടെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളോ അഡീഷനോ സബ്ട്രാക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്താണ്, ബേസ്ഡ് ഓൺ വേർഡ്സ്, ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പം ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കോണ്ടെക്സ്റ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും ഓർത്തിരുന്നാൽ മാത്രം മതി. മേജർലി 2 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ, അതായത് അപ്രോച്ചസിന്റെ ബേസിൽ 2 രീതിയിലാണ് ഇവാലുവേഷനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, ഒന്ന് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ, സ്കോറുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാളിറ്റേറ്റീവിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ്, ഒബ്സർവേഷൻ വഴിയും കേസ് സ്റ്റഡിയും ഇന്റർവ്യൂ വഴിയൊക്കെ നമ്മൾ ഡേറ്റാസ് എടുത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, അതായത് വേർഡ്സിലൂടെയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്. നമുക്കല്ലാതെ ഒരു സ്കോറോ അല്ലെങ്കിൽ ആ സ്കോറുകൾ നമ്മൾ ഒരു അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും നമ്മൾ അതിൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് പല ടൈപ്സ് ഓഫ്, ഇത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ടൈപ്സ് ആണ്, പല തരത്തിലുള്ള ലൈക്ക് ഇവാലുവേഷൻ നമുക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്ന ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് വേറെ ഇല്ല കേട്ടോ. ആദ്യത്തേതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം. ഓക്കെ, ശ്രദ്ധിക്കുക. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. പ്ലേസ്മെന്റ് എന്താ, നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ പ്ലേസ്മെന്റ് സെല്ല് കാണും അല്ലെ. അപ്പം ആളുകൾ പുറത്തുനിന്ന് വരുന്നു, പുറത്ത് വന്നിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആ ഒരു ജോലിക്ക് പ്രാപ്തരാണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് അവർ നമ്മളെ ജോലിക്ക് എടുക്കുന്നത്. അതായത് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എപ്പോഴാണ് നടക്കുന്നത്, എപ്പോഴാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് നടക്കുന്നത്. അപ്പൊ ഈ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഇവാലുവേഷനും ഏത് സമയത്താണ് നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ്, ബിഫോർ ദ പ്രോഗ്രാം സ്റ്റാർട്ട് അല്ലെ. ഒരു കോളേജ്, ഇപ്പൊ സപ്പോസ് ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആണ്, ഓക്കെ, ഇതൊരു IT കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇതൊരു വലിയ IT കമ്പനിയാണ്. അപ്പൊ ഈ IT കമ്പനിയിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇവർ വരുന്നു അല്ലെ, ഒരു പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നു. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ ജോലിക്ക് എടുക്കുന്നതിന് മുൻപേ അവര് കുട്ടികളുടെ ഇത് നോക്കുകയാണ് അല്ലെ, അവർക്ക് അതിന്റെ എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഈ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം മേജർലി പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അത് എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നത് എന്നാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ബിഫോർ ദ പ്രോഗ്രാം സ്റ്റാർട്ട് ആണ്. അതുപോലെ എന്തിനാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നത്, നമ്മൾക്ക് വരുന്ന കുട്ടികളുടെ എൻട്രി ബിഹേവിയർ, ഇപ്പം സ്റ്റുഡൻസ് മാത്രമല്ല ഏതൊരു വ്യക്തിയുടെയും എൻട്രി ബിഹേവിയർ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവർക്ക് മുന്നിലുള്ള പ്രയർ നോളജുകളൊക്കെ അല്ലെ, അവർക്ക് ഈ ഒരു രീതിയിൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം സൈക്കോളജി ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന, ഒരു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവർ നിങ്ങളോട് നേരത്തെ പഠിച്ച ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച സൈക്കോളജി ചോദിക്കുമായിരിക്കും. അപ്പം നമ്മുടെ പ്രയർ നോളജ് അവിടെ ചെക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണല്ലോ. എന്താണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ? ആ വാക്ക് തന്നെ ഉണ്ട്. ജസ്റ്റ് ഈ 2 പോയിന്റ് ഓർത്തിരുന്നാൽ മതി. എങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒന്നാമത്തത്, എപ്പോഴാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നത്, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്. എപ്പോഴാണ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നടക്കുന്നതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. എന്തിനാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നത്, ഒരു വ്യക്തിയുടെ എൻട്രി ബിഹേവിയർ അല്ലെ, അവന്റെ ബിഹേവിയറും അവന്റെ പ്രയർ നോളജും, മുന്നേ ഉള്ള അവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം അവന് ഈ ഒരു മേഖലയിൽ അവന് എത്രത്തോളം അറിവുകളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ ഇവാലുവേഷൻ സിസ്റ്റം ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? നോക്കിക്കേ, ഫോർമേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ കുട്ടിക്കാലം ഓർക്കുക. ഓക്കെ, ഇതെന്താ ഫോർമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇതൊരു ലേണിംഗ് പ്രോസസ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കുഞ്ഞു കുട്ടികളുടെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ കയറി അല്ലെ,
6th സ്റ്റാൻഡേർഡിലോട്ട് എത്താൻ വേണ്ടി ഏകദേശം 1 ഇയർ എടുക്കുമല്ലോ, ഒരു വർഷം ആണ് നമുക്ക് ഒരു ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം 5ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ്സിലോട്ട് എത്തുന്നതിന് മുൻപ് വരെ, നമുക്ക് 6ാം ക്ലാസ്സിലോട്ട് എത്തുന്നതിന് മുൻപ് വരെ നടക്കുന്ന ഇവാലുവേഷൻ, അതായത് ഓൺ ഗോയിങ് എന്ന് പറയും. എന്താണ്? ഓൺ ഗോയിങ് ആണ്, ഓൺ ഗോയിങ് ഇവാലുവേഷൻ പറയും അല്ലെ. അതായത് 5ൽ നിന്ന് 6ലേക്ക് വരുന്നതിന് ഇടയിലായിട്ട് പല എക്സാമുകളിലെ മിഡ് ടേം എക്സാം ഉണ്ട്, പിന്നെന്താണ് മെയിൻ എക്സാം വരുന്നുണ്ട്, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ അല്ലെ, അങ്ങനെ ഒരുപാട് എക്സാമുകൾ നടക്കുന്നില്ലേ കുട്ടികൾക്ക്. അപ്പം ഒരു പഠനത്തിന്റെ ആ ഒരു പ്രോസസ്സിന്, അല്ലെങ്കിൽ ഇപ്പം ജോലി ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, അതിന് ഉടനീളം ആ ഒരു ഫേസിൽ ഉടനീളം നടക്കുന്ന ഇവാലുവേഷനെയാണ്, ഓൺ ഗോയിങ് ആയിട്ട് നടക്കുന്ന ഇവാലുവേഷനെയാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ് ആണ്. അപ്പൊ ഇത് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്? ഉടനീളമാണ്, കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ് അല്ലെ. ലേണിംഗ് പ്രോസസ് ഇപ്പം ആ ഒരു പഠന പ്രക്രിയയിൽ ഉടനീളമാണ്, ആ ഒരു പ്രോസസ്സിന് ഉടനീളം നടത്തുന്നതാണ് നമ്മൾ എന്ത്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച പ്ലേസ്മെന്റ് ഇവാലുവേഷൻ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ, ഇത് ആ പ്രോഗ്രാമിന് ഉടനീളം നടത്തുന്നതിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്? എന്തിനായിരിക്കും? കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവന്റെ പേര് അരുൺ. ഓക്കെ, അരുണിന് എന്താണ് ഓണപരീക്ഷ നടത്തിയപ്പോൾ ബേസിക് സയൻസിന് 60 മാർക്ക് കിട്ടി. അപ്പൊ അരുണ് മനസ്സിലാവുകയാണ്, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം അല്ലെ, എന്നാലേ എനിക്ക് 100ൽ 60 മാർക്ക് എന്ന് വെച്ചാൽ കുറവാണ്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക്, അത് കഴിഞ്ഞ് വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുറച്ചും കൂടെ മാർക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അരുൺ നന്നായിട്ട് പഠിച്ചിട്ട് 80 മാർക്ക് മേടിക്കുകയാണ് 100ൽ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഉടനീളം ഈ ഒരു എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ നടത്തി പോകുന്നത്. അത് പല രീതിയിൽ, ഇപ്പം എക്സാമുകൾ മാത്രമല്ല, ഈ പറയുന്ന പോലെ നമുക്ക് ഡിസ്കഷൻസ് നടത്താം, ക്വസ്റ്റൻസ് നടത്താം. അപ്പൊ അത് പല രീതിയിൽ പല എന്താണ് സിറ്റുവേഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് മാത്രം ഓർന്നിരുന്നാൽ മതി. നമുക്ക് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഉടനീളമാണ്, ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ് ആണ്. അതിന്റെ പർപ്പസ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ എന്താണ്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇതും വളരെ എളുപ്പമാണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു, ചില ആളുകളിൽ HIV പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്തു. ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരു രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടെത്തുന്നതിനെയാണ്, നമ്മളെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ അർത്ഥം. അതായത് ഇതും നടത്തുന്നത്, അതായത് ഇത് എപ്പോഴാണ് നടത്തുന്നത് ചോദിച്ചാൽ, ഇതും നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് മിക്കപ്പോഴും നടത്തുന്നത്. പക്ഷെ ഇത് ഉടനീളം, അതായത് ആ ഡ്യൂറിങ് പ്രോസസ്സിൽ നടത്താം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് ഇത് മായ എന്ന് പറയുന്ന കുട്ടിയാണ്. ഓക്കെ, ഇത് മായയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മായ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുവാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുവാണ്. മായ പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ്, പുതിയ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളിന്റെ പേരിടാം, ബദനി ആണ് ഞാൻ പഠിച്ചത്. ബദനി സെൻട്രൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ബദനി സ്കൂളിലോട്ട് നമ്മുടെ മായക്കുട്ടി ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ പ്രിൻസിപ്പളും കുറെ ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് കുട്ടിയുടെ എന്താണ് ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ അവർ അനലൈസ് ചെയ്യാണ്. കുട്ടി എങ്ങനെയാണ്, മാത്സിൽ എങ്ങനെയാണ്, റീഡിങ് എങ്ങനെയാണ്, അതൊക്കെ അനലൈസ് ചെയ്യാണ്. അപ്പൊ ഈ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ കുട്ടികളിൽ എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാണ്. കുട്ടികൾക്ക് കണക്ക്, ഇപ്പം ബേസിക് ആയിട്ടുള്ള മാത്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, വായിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാറിപ്പോകുന്നുണ്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തുന്നത്. സപ്പോസ് ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക, ഡയറക്റ്റ് അഡ്മിഷൻ ആണ്, ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്നുമില്ല, വലിയ പൈസക്കാരിയുടെ മോളാന്ന് വിചാരിക്കുക, ഡയറക്റ്റ് ആയിട്ട് കയറി. പക്ഷെ ടീച്ചർക്ക് മനസ്സിലാവുകയാണ് അല്ലെ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തി കഴിയുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാണ് കുട്ടിക്ക് എന്താണ് മാത്സ് തീരെ പറ്റണില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സിമ്പിൾ ആയിട്ട് 1+1 എന്ന് പറഞ്ഞാൽ അത് 2 ആണെന്ന് പറയാൻ പോലും ആ കുട്ടിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ വരെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ശരിക്കും സൈക്കോളജിയിൽ അങ്ങനെ ഒരു അസുഖമുണ്ട്, ഡിസ്കാൽക്കുലിയ എന്ന് പറയും. ഡിസ്കാൽക്കുലിയ നിങ്ങൾക്ക് പഠിക്കാനുണ്ടത്,
ആ ഒരു ടോപ്പിക് എടുക്കുമ്പോഴത്തേനും പറഞ്ഞാൽ മതി. ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പം ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മാത്സ് തീരെ പറ്റില്ല, ബേസിക് ആയിട്ടുള്ള മാത്സ് പോലും പറ്റില്ല. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയണം. കുട്ടികളിലെ ഈ പഠന വൈകല്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പം ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ പഠന വൈകല്യങ്ങളിലോട്ട് മാത്രം ഒതുങ്ങി ചേരുന്നില്ല. ഈ ഡയഗ്നോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കണ്ടെത്തുക എന്നുള്ള മീനിങ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്ത് കണ്ടെത്താം? ആ കുട്ടിയുടെ സ്ട്രെങ്തും കണ്ടെത്താം, വീക്ക്നെസ് മാത്രമല്ല, സ്ട്രെങ്തും കണ്ടെത്താം, വീക്ക്നെസ്സും കണ്ടെത്താം. എന്നാലും നമ്മൾ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വീക്ക്നെസ്സേ വരുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, നമ്മൾ ഒന്നെങ്കിൽ മുന്നെയോ അല്ലെങ്കിൽ ഡ്യൂറിങ് ആണ് നടക്കുന്നത്. അതായത് മെത്തേഡ് രണ്ടിന്റെ ഒരു കമ്പൈൻഡ് ഫോം അല്ലെ. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ മുന്നേ ആയിരുന്നു, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഡ്യൂറിങ് ദ പ്രോസസ് ആണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താണ്, രണ്ട് സമയത്ത് നമുക്ക് നടത്താം. മുൻപേയും നടത്താം, ഒരു ലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നടത്താം. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്താണ് പറയുന്നത്, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡ്യൂറിങ് കാലഘട്ടത്തിൽ ആ ഉടനീളമുള്ള പ്രോസസ്സിന്റെ ഇടയിലും നടത്താനായിട്ട് സാധിക്കും. പർപ്പസ് എന്താണ്, സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അല്ലെങ്കിൽ മറ്റ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, അതിൽ ഒരുപാടൊന്നും സംസാരിക്കാനില്ല ആക്ച്വലി. സമ്മേറ്റീവ്, സം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തുവിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, നമ്മൾ എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ഒന്നിനെയാണ് നമ്മൾ സം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം 20 + 30 + 20 എത്രയാ, 70 അല്ലെ. ഇത് ഞാനിപ്പോ എന്താ ചെയ്തത്, ഞാൻ സം ചെയ്യാ ചെയ്തത് അല്ലെ. അപ്പൊ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഇവാലുവേഷൻ ആണ്, ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ്, ഒരു കോഴ്സിന്റെ ഏറ്റവും അവസാനം നടക്കുന്ന ഇവാലുവേഷനെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒരു കോഴ്സിന്റെ ആദ്യം നടക്കുന്ന എന്തായിരുന്നു, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഒരു കോഴ്സിന്റെ ഉടനീളം നടക്കുന്ന എന്തായിരുന്നു, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഒരു കോഴ്സിന് മുൻപും ഉടനീളവും നടക്കുന്ന എന്തായിരുന്നു, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഒരു കോഴ്സിന്റെ ഏറ്റവും അവസാനം നടക്കുന്ന ഏതാണ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് എ കോഴ്സ് ഓർ പ്രോഗ്രാം, ഒരു കോഴ്സിന്റെ അവസാനം, ഒരു കോഴ്സിന്റെ എൻഡിൽ നടക്കുന്നതിനെയാണ് നമ്മൾ സമ്മേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്, ഫൈനൽ അച്ചീവ്മെന്റ് ആണ് മെഷർ ചെയ്യുന്നത് അല്ലെ. ഫൈനൽ അച്ചീവ്മെന്റ്, സപ്പോസ് ഈ കുട്ടി 100ൽ 70 മേടിച്ചു, ഫൈനൽ അച്ചീവ്മെന്റ് കൊടുക്കുകയാണ്, ആ കുട്ടിക്ക് B+ ആണ് ഗ്രേഡ് എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ആ കുട്ടിയുടെ ആ വർഷക്കാലത്തെ മൊത്തത്തിലുള്ള ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് ഈ B+ ഗ്രേഡ് എന്ന് പറയുന്നത് അല്ലെ. കുട്ടിക്ക് ഒരു ആവറേജ് ടൈപ്പ് ഓഫ് മാർക്ക് കിട്ടിയിരിക്കുന്നു അല്ലെ, B+ ഗ്രേഡ് നേടി ആ കുട്ടി ആ ക്ലാസ് പാസ്സായിരിക്കുന്നു, ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. അപ്പം മെഷേഴ്സ് ഫൈനൽ അച്ചീവ്മെന്റ്, എന്നിട്ട് നമ്മൾ ഗ്രേഡ് ഒക്കെ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അവസാനത്തെ ഫൈനൽ എക്സാമുകൾ, അതുപോലെ ലാസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്ട് റിപ്പോർട്ടുകൾ, ഇതൊക്കെ നമുക്ക് സമ്മേറ്റീവ് ഇവാലുവേഷന്റെ എന്തായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം, എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം ഏറ്റവും കൂടുതൽ ഇവാലുവേഷൻ നമുക്ക് ചോദിക്കുന്നത് എപ്പോഴാണ് ഈ സാധനം ചെയ്യുന്നത്, ഈ ഇവാലുവേഷൻ ഏത് ടൈം ഡ്യൂറേഷനിലാണ് പോകുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പർപ്പസ്, എന്തിനാണ് ഇത് നടത്തുന്നത്, ഈ രണ്ട് ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തതാണ് ഇപ്സേറ്റീവ് ഇവാലുവേഷൻ. ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്സേറ്റീവ് എന്ന് പറഞ്ഞ സെൽഫ് കമ്പാരിസൺ നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് സെൽഫ് കമ്പാരിസൺ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതും എന്താണ്, എപ്പോഴാണ് നടക്കുന്നത്, ഫോക്കസ് ഓവർ ടൈം ആണ് അല്ലെ. അതായത് ഈ ഒരു ഉടനീളം അത് ഓവർ ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം മായ, ഓക്കെ, മായ ഒരു 90 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മായ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് മായ ജിമ്മിലൊക്കെ പോയിട്ട് ഡയറ്റ് ഒക്കെ നോക്കിയിട്ട് മായ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേനും മായയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 85 കിലോ ആണ്. വീണ്ടും മായ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. ശേഷം ഒരു 2 മന്ത്സ് ശേഷം വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴത്തേനും മായ 70 കിലോയിലോട്ട് കുറയാണ്. ഇവിടെ എന്താ ചെയ്തത്, സോറി, ഇവിടെ എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്, എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയോ നിങ്ങൾ, എന്താ അവിടെ സംഭവിച്ചത്? അതായത് ആ ഒരു പ്രോസസ്സിനുടനീളം സെൽഫ് കമ്പാരിസൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. മറ്റാരെങ്കിലും ആയിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? അല്ല, മറിച്ച് സെൽഫ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? അതിനെയാണ്. ഓക്കെ, അത്
ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും, കാരണം ഇത് ഫുൾ നോട്ടിന്റെ PDF ആണ് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എടുത്ത് വെച്ചിരുന്നത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ പോകാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ എനിക്ക് കുറച്ച് സ്പേസ് അധികം കിട്ടുമല്ലോ. ഓക്കെ, സോ ലിസൺ, നോ പ്രോബ്ലം. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ പറയുന്നത്? ഇപ്സേറ്റീവ് ആണ് അല്ലേ പറഞ്ഞത്? ഇപ്സേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, അപ്പം ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? സെൽഫ് കമ്പാരിസൺ ആണ്. നമ്മൾ ഉടനീളം നമ്മളുടെ റിസൾട്ട് തന്നെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇപ്സേറ്റീവ് എന്ന് പറയുന്നത്. സെൽഫ് കമ്പാരിസൺ ആണ് അല്ലെ. ഇപ്പം നേരത്തെ ആ കുട്ടി സ്വന്തം വെയിറ്റ് നോക്കുകയാണ് അല്ലെ, മാറുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്സേറ്റീവ് ഇവാലുവേഷന്റെ പർപ്പസ് എന്താണ്? നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ്മെന്റിന് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അത് തന്നെയാണ് അതിന്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്ക് മാത്രം ഓർന്നിരുന്നാൽ മതി. സെൽഫ് കമ്പാരിസൺ ആണ് ഉടനീളം അല്ലെ, ഓവർ ടൈം. ഓക്കെ, ഓരോ സമയം പോകുന്നതിനോട് കൂടി അല്ലെങ്കിൽ മാസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച്, ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് നമ്മളിൽ വരുന്ന ചേഞ്ചസ് നമ്മളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നതിനെയാണ് ഇപ്സേറ്റീവ്. ഇപ്സേറ്റീവിന്റെ മീനിങ് സെൽഫ് എന്നാണ്. സെൽഫ് കമ്പാരിസണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇപ്സേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഒരെണ്ണം കൂടെ ആണ് നമുക്കുള്ളത്. എന്താണ്? ഒത്തന്റിക് ഇവാലുവേഷൻ. എന്താണ്? ഒത്തന്റിക് ഇവാലുവേഷൻ. ഒത്തന്റിക് ഇവാലുവേഷൻ എന്താണ്? ഒത്തന്റിക് ഇവാലുവേഷൻ ഒന്നുമില്ല, ഇത് വളരെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു ടൈപ്പ് കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഒത്തന്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, അല്ലാതെയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഒത്തന്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ നോളജ് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ആ റിയൽ ലൈഫ് സിനാരിയോയിൽ നമ്മൾ എങ്ങനെ അത് നടത്തുന്നു, അത് നമ്മൾ ചെയ്യുന്നു എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒത്തന്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ്? റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒത്തന്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതിനു മുന്നേ പഠിച്ചതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ്. അതിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ പറയുന്ന ഫോർമേറ്റീവും ഒക്കെ. ചില സമയങ്ങളിൽ അത് മാച്ച് ദ ഫോളോവിങ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് അതിന്റെ ഓരോന്നിന്റെയും സമയം കണ്ടിട്ട് ഡ്യൂറിങ് ആണോ, ബിഫോർ ആണോ, ആഫ്റ്റർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. വേറൊരു കളർ യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, സോ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ എന്താണ് ഇവാലുവേഷൻ എന്ന് പഠിച്ചു അല്ലെ. ഇവാലുവേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക്കലി നമ്മളൊരു കാര്യത്തെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെ, കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവസാനം അത് ആ ഒരു ഔട്ട്കം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി രണ്ട് തരത്തിലുള്ള ഇവാലുവേഷൻ ആണ് നമ്മൾ പഠിച്ചത്. മേജർലി അപ്രോച്ചസിന്റെ ബേസിൽ, ബേസ്ഡ് ഓൺ അപ്രോച്ചസ്. അത് നിങ്ങൾ ഏതിന്റെ ബേസിലാണെന്നൊന്നും അറിഞ്ഞിരിക്കേണ്ടതില്ല, ജസ്റ്റ് എഴുതി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്കോറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇപ്പം ഇന്റർവ്യൂ നടത്തി അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ്. എങ്ങനെയാണ്? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള
അതായത് വേർഡുകൾ യൂസ് ചെയ്ത് അല്ലെ, വാക്കുകളൊക്കെ യൂസ് ചെയ്ത് അതിനെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് നമ്പേഴ്സിന്റെ ആണ്